ഹലോ, അപ്പം ഞാനും വിജിതയും കൂടി പട്ടാമ്പിക്ക് പോവുകയാണ്. ഇപ്പം തന്നെ സമയം 6:30 കഴിഞ്ഞു. കുറച്ച് ലേറ്റായി, അമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം പോയത് നെസ്റ്റോക്കാണ്. അവിടെ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് പോവാണ്ട് 2 ദിവസം മുന്നേ ഞാൻ ഫോൺ എടുത്ത സമയത്ത് അവിടെ പോയിട്ടുണ്ടായിരുന്നു സ്ക്രീൻ ഗാർഡ് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല, ബാക്ക് കവറും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവിടെ ഓർഡർ കൊടുത്തു. 2 ദിവസത്തിനുള്ളിൽ വരുന്ന പറഞ്ഞത്. പക്ഷെ അവർ വിളിക്കാത്ത കാരണം ഒന്ന് പോയി നോക്കിയതാണ്. പക്ഷേ കിട്ടിയില്ല. കുറേ ദിവസമായില്ലേ സ്ക്രീൻ ഗാർഡൊക്കെ ഇല്ലാതെ യൂസ് ആക്കണു. അപ്പോൾ ഒരു പേടി. പിന്നെ വേറൊരു കടയിൽ പോയി നോക്കി, അവിടെ ഇല്ല. കാരണം നമ്മുടെ ഫോണ് പുതിയ മോഡലായതുകൊണ്ട് എവിടെയും ഇല്ല, വരണേ ഉള്ളൂ എന്നൊക്കെ പറയണം. അപ്പോൾ എനിക്കാണെങ്കിൽ പിറ്റേ ദിവസം ഏട്ടൻ്റെ വീട്ടിലേക്കും പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ പോയതാണ് പട്ടാമ്പിക്ക്. കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ലേഡീസ് ബ്യൂട്ടിയിലാണ് പോയത്. അവിടേക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പുതിയ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയെടുക്കായിരുന്നു. ആ വീഡിയോ ഒക്കെ പതിയെ വരും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ ഇതൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ്. കാരണം ഒക്കെ വാങ്ങി വെച്ചാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ എന്താവും എന്നുള്ളത് നിങ്ങൾക്ക് വഴിയേ വീഡിയോ വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ കളക്ഷൻസൊക്കെ നോക്കുകയാണ്. വിജിതയാണ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കണത്. അവളെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുത്താൻ കേട്ടോ പറഞ്ഞിട്ട്. വലിയ അവിടുത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും രാത്രി ആയിട്ടോ, നല്ല സമയം വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേറൊരു മൊബൈൽ ഷോപ്പ് പോയി. അവസാനം അവിടെ നിന്ന് സ്ക്രീൻ ഗാർഡ് കിട്ടി, ബാക്ക് കവർ കിട്ടിയില്ല. അപ്പോൾ സ്ക്രീൻ ഗാർഡ് എന്തായാലും കിട്ടി. ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാനും അവളും കൂടി ഷവർമ കഴിക്കാൻ പോയിട്ട് കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പും അല്ലെങ്കിൽ ഒരു നൈറ്റ് ഡ്രൈവ് എന്ന രീതിയിൽ പോകുന്നത്. മുന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഷവർമ കഴിക്കാൻ. ഞാൻ ആദ്യം കേട്ടോ ഇങ്ങനത്തെ റുമാലി റൊട്ടിയുള്ള ഷവർമ കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണെങ്കിൽ അവളെന്നെ വീട്ടിൽ കൊടലൂർ കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ. അപ്പോഴേക്കും ഇപ്പോൾ സമയം 8 മണി 8:15 ആയി കേട്ടോ. ഇത്രയും ലേറ്റായി. മോളേനെ വീട്ടിൽ നമ്മുടെ അടുത്ത് ആക്കിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു യാത്ര പോയപ്പോൾ. അപ്പോൾ ശരി, പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.